എങ്ങനെ ഉണ്ടായിരുന്നു ശ്രീലക്ഷ്മി മോളെ? ചേച്ചി ശരിക്കും പാട്ട് തുടങ്ങിയത് മാത്രമേ ഓർമ്മയുള്ളൂ, പിന്നെ എന്തൊക്കെയാ സംഭവിച്ചതെന്ന് അറിയില്ല. പെട്ടെന്ന് ബടബടപടയെന്ന് പറഞ്ഞെല്ലാം കഴിഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു അഭിരാമിക്കുട്ടി? ചേച്ചി ഭാരതനടനത്തിലെ ആയോധന കല പഠിച്ചത് നന്നായി, അതുകൊണ്ട് ചെയ്യാൻ പറ്റി. കുറെയെങ്കിലും ആയോധനം എന്നാലും എങ്ങനെ ഉണ്ടായിരുന്നു ജാനകി മോളെ? അത് ചേച്ചി ബാക്കി എല്ലാവരും രണ്ടുപേരും വെച്ചിട്ടായിരുന്നു, ഞാൻ മാത്രം ഒറ്റയ്ക്കായിരുന്നു. അപ്പൊ എന്റെ മാക്സിമം ചെയ്യണമെന്നൊക്കെ വിചാരിച്ച്, പക്ഷെ ഞാൻ ചെയ്തു. അപ്പോഴത്തേക്ക് എന്റെ തലക്കെട്ടൊക്കെ പോയി, എന്നാലും ഞാൻ ഒപ്പിച്ചു. എങ്ങനെ ഉണ്ടായിരുന്നു മീനാക്ഷി മോളെ? വളരെ ഗംഭീരമായിരുന്നു. കാര്യം ഒന്നാമത്തെ കാര്യം എനിക്കിത് കറക്റ്റ് പഠിക്കാനുള്ള എക്സാം ആയിരുന്നു. അപ്പം എല്ലാരും കണക്ക് പ്രാക്ടീസിനുള്ള സമയമില്ല. പിന്നെ അതുമല്ല എന്റെ കൂടെ ജനയായിരുന്നു. അപ്പൊ ജനയ്ക്ക് പെട്ടെന്ന് വയ്യാതായി, പിന്നെയും റീകൊറിയോഗ്രാഫി ചെയ്ത് എന്തായാലും ചെയ്തിട്ടുണ്ട്. ശരി. എങ്ങനെ ഉണ്ടായിരുന്നു സിദ്ധി മോളെ? മോഹൻലാൽ സാറും ജഗദീഷ് ശ്രീകുമാർ സാറും ഈ പാട്ടിൽ ശരിക്കും ചെയ്തു വെച്ചേക്കുന്ന വിഷ്വൽസ് വെച്ച് നോക്കുമ്പോൾ ഞങ്ങള് ചെയ്യുമ്പോൾ അത്ര എഫക്റ്റ് വരുമോ എന്നൊക്കെ ഉള്ള പേടിയുണ്ട്. എന്നാലും ഞങ്ങളുടെ മാക്സിമം എത്തി ചെയ്യും. അത് ഇത്രയും കുറഞ്ഞ സമയം, അതാണ് പ്രധാനം. എങ്ങനെ ഉണ്ടായിരുന്നു അനാമിക മോളെ? യഥാർത്ഥത്തിൽ ഈ പാട്ട് ഇങ്ങനെ കേട്ടപ്പോഴത്തേക്കും ഫസ്റ്റ് എനിക്ക് ഒരു കൺഫ്യൂഷൻ, അതായത് എല്ലാം ചെയ്യും, എന്തൊക്കെയുണ്ട്, താളമുണ്ട്, അതുകൊണ്ട് നമുക്ക് സ്പീഡല്ലേ, നമ്മുടെ ശൈലി ബേസ് വരുമ്പോൾ നല്ല സ്പീഡ്, അതിന്റെ സന്തോഷം, പിന്നെ ഒരു കൺഫ്യൂഷൻ.